ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. BGC 110 ബ്ലോക്ക് 3-ലെ 4-ാമത്തെ യൂണിറ്റ് റോബർട്ട് ബ്രൗണിങ്ങിൻ്റെ 4-ാമത്തെ യൂണിറ്റാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. അത് ലാസ്റ്റ് ഒരു പോയം മാത്രമേ വരുന്നുള്ളൂ. ഈ ഒരു പോയത്തോടു കൂടെ ഈ ഒരു യൂണിറ്റും എൻഡ് ആവുകയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഈ ലാസ്റ്റ് പോയമായിട്ടുള്ള മൈ ലാസ്റ്റ് ഡച്ചസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പോയം ആണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. ഇതിനൊരു ഷോർട്ടായിട്ടുള്ളൊരു ഫോം പറയുകയാണെങ്കിൽ ഇതൊരു ഡ്രാമാറ്റിക് മോണോലോഗാണ്. ഡ്രാമാറ്റിക് മോണോലോഗ് എന്താണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഡ്രാമാറ്റിക് മോണോലോഗ് മീൻസ് ഒരാൾ തൻ്റെ ഫീലിങ്സ് കാര്യങ്ങളൊക്കെ മറ്റൊരാളോട് പറയാണ്. പക്ഷെ അവിടെ ആ ഒരു ലിസണർക്ക് തീരെ ഒരു ഇമ്പോർട്ടൻ്റ് ഇല്ല. ഈ ഒരു സ്പീക്കർക്ക് അദ്ദേഹം പറയുന്ന കാര്യത്തിന് മാത്രമാണ് അവരുടെ ഇമ്പോർട്ടൻ്റ് ഉള്ളത്. ഒരു സൈലൻറ്റ് ലിസണറായിട്ട് നമുക്ക് പറയാം. ആരോടോ തൻ്റെ വേവലാതികളും പരാതികളും പരിഭവങ്ങളൊക്കെ പറയുന്നതായിട്ടുള്ള ആ ഒരു സ്ട്രക്ചറാണ് ഈ ഒരു പോയത്തിനുണ്ടാവുക. സോ അങ്ങനത്തെ പോയാണ് ഇപ്പം നമ്മൾ ലാസ്റ്റ് പഠിച്ച അദ്ദേഹത്തിൻ്റെ 2 പോയംസും അതേ ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന മൈ ലാസ്റ്റ് ഡച്ചസ് എന്ന് പറയുന്ന ഈ ഒരു പോയം ഓൾസോ ഡ്രാമാറ്റിക് മോണോലോഗിലാണ് വരുന്നത്. ഈ ഒരു പോയം പറയുന്നത് ഒരു ഡ്യൂക്ക് ഓഫ് ഫെറേറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഇതിൽ കാര്യങ്ങളൊക്കെ പറയുന്നത്. അഥവാ സ്പീക്കറായിട്ട് വരുന്നത് അദ്ദേഹമാണ്. അദ്ദേഹം ഒരു ഏജൻറ്റിനോട്, ഏതോ രാജ്യത്തിലുള്ള ഒരു ഏജൻറ്റിനോട് അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു കവിത സ്റ്റാർട്ട് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ വൈഫിനെ കുറിച്ചിട്ട് പറയുകയാണ് ആ ഏജൻറ്റിനോട്. അതുപോലെ തന്നെ അത് പറയുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ക്രൂവലായിട്ടുള്ള ഒരു മനോഭാവം, ആ ഒരു അരോഗൻസ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ബിഹേവിയറിൽ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു പോയം സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരു ഡ്രോയിങ്ങിൽ ഒരു അറ്റൻഷൻ കൊടുത്തിട്ടാണ്. ഒരു ഡ്രോയിങ് ഏജൻറ്റിന് അദ്ദേഹം കാണിച്ചു കൊടുക്കുകയാണ്. അഥവാ ഒരു പാൻഡോൾഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രശസ്തനായിട്ടുള്ള ഒരു പെയിൻറ്ററാണ് ഈ ഒരു ചിത്രം പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വൈഫും നിൽക്കുന്ന ഒരു ചിത്രം പെയിൻറ്റ് ചെയ്തത് അദ്ദേഹം ആണ് എന്ന് പറയുന്നു. അങ്ങനെ ആ ഏജൻറ്റിന് ആ ചിത്രം പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം ഒരു കർട്ടൻ മാറ്റിയിട്ട് ആണ് ആ ഒരു ഡ്രോയിങ് എടുക്കുന്നത്. സോ ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് അദ്ദേഹത്തിന് മാത്രമേ ആ കർട്ടൻ തുറക്കാൻ പറ്റുള്ളൂ. അദ്ദേഹമാണ് എല്ലാം തീരുമാനിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ മറ്റുള്ളവരും ആരും അതിൽ ഇടപെടുന്നത് അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെയുള്ളൊരു മനോഭാവങ്ങൾ ഇതിനോടകം തന്നെ നമുക്ക് ഈ ഒരു കവിതയിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹം താനെന്നൊരു ഭാവം അദ്ദേഹത്തിൻ്റെ ഒരു ബിഹേവിയറിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ അദ്ദേഹം എല്ലാം ഈ ഒരു കർട്ടൻ നീക്കുന്നത് പോലെ തന്നെ അദ്ദേഹം ഈ ഒരു നേച്ചറിനെ കൺട്രോൾ ചെയ്യാം, മരണത്തെപ്പോലും അദ്ദേഹം കൺട്രോൾ ചെയ്യുന്നു എന്നുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ റിവീൽ ചെയ്യാണ് പോയിട്ട് ചെയ്യുന്നത്. സോ അതിൻ്റെ അടുത്ത സെക്ഷനിൽ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വൈഫിനെ കുറിച്ചിട്ട് ആ ഏജൻറ്റിനോട് പറയാണ്. ആ വൈഫിൻ്റെ ഒരു പേഴ്സണാലിറ്റിയെ കുറിച്ചിട്ട് അത് കുറ്റപ്പെടുത്തിയിട്ടാണോ, അദ്ദേഹത്തിൻ്റെ വൈഫ് മരിച്ചുപോയി. അപ്പം അദ്ദേഹത്തിൻ്റെ വൈഫിനെ കുറിച്ചിട്ട് തൻ്റെ ആ ഏജൻറ്റിനോട് അദ്ദേഹം വിവരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വളരെ കൈൻഡഡ് ആയിട്ടുള്ള ഒരു വൈഫാണ്. അഥവാ ദ ഡച്ചസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വൈഫാണ് കേട്ടോ. ദ ലാസ്റ്റ് ഡച്ചസ് എന്നാണ് ഇതിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ അവസാന ഭാര്യ, അഥവാ ഇനിയും ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട് എന്നൊക്കെ നമുക്ക് ഇതിലൂടെ അർത്ഥം വെക്കാം. അഥവാ ഇപ്പം ഉള്ളതിൽ വെച്ച് ലാസ്റ്റ് ഭാര്യ, അവരെ കുറിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. അഥവാ ഭയങ്കര കൈൻഡഡ് ആയിട്ടുള്ള ഒരു ഈസിലി പ്ലീസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് തൻ്റെ ഡച്ചസിനുണ്ടായിരുന്നതെന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ തന്നെ അദ്ദേഹം കംപ്ലൈൻറ്റ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അവൾ ഒരുപാട് ചിരിക്കുന്നു. അവൾ ഭയങ്കര സ്മൈൽഡ് ആയിട്ടുള്ള ആളാണ്. ഭയങ്കര ഈസി ആയിട്ടാണ് അവൾ ചിരിക്കുന്നത്. എല്ലാവരോടും ഒരുപോലെ ചിരിക്കാൻ അവൾക്ക് കഴിയും. അഥവാ എല്ലാവരെയും അവൾ ഈക്വലായിട്ടാണ് കാണുന്നത് എന്നൊക്കെയുള്ള ഒരു പരാതിയാണ് അദ്ദേഹം ആ ഡ്യൂക്ക് ഓഫ് ഫെറേറ തൻ്റെ ഭാര്യയായിട്ടുള്ള ഡച്ചസിനെ കുറിച്ചിട്ട് പറയുന്നത്. അഥവാ അദ്ദേഹം അവൾക്ക് കൊടുത്ത ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു 900 ഇയേഴ്സ് ആയിട്ടുള്ള ഓൾഡ് ഒരു നെയിം, അഥവാ ഡച്ചസ് എന്ന് പറഞ്ഞ പേരിന് അത്രയും ഒരു പാരമ്പര്യത്തിൻ്റെ കഥ പറയാനുണ്ട്. സോ അത് തൻ്റെ വൈഫിന് കൊടുത്തപ്പോഴും സെയിം ചിരിയാണ് ചിരിച്ചത്. അതുപോലെ തന്നെ അവൾക്ക് ആരെങ്കിലും ഒരു സെർവൻ്റ് ആരെങ്കിലും എന്തെങ്കിലും ചെറിയോ കാര്യങ്ങളോ കൊടുത്താൽ, ചെറീസൊക്കെ ഉണ്ടല്ലോ, അതെന്തെങ്കിലും കൊടുത്താലും ആ സെയിം ചിരിയാണ് അവൾ ചിരിക്കുക. സോ അവൾക്ക് എല്ലാവരും ഈക്വലാണ്. ഞാൻ അവളുടെ ഭർത്താവാണെന്നോ എനിക്ക് കൂടുതൽ പരിഗണന കിട്ടണം എന്നോ ഒന്നും അവൾ ചിന്തിക്കുന്നില്ല. അവർ എല്ലാവരെയും ഒരുപോലെയാണ് അവൾ കൺസിഡർ ചെയ്യുന്നത്. സോ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹത്തിൻ്റെ ഭാര്യ എത്രയും ഗ്രാറ്റിറ്റ്യൂഡായിട്ടുള്ള, എത്രയും നല്ല ഒരു പേഴ്സണാലിറ്റി ഉള്ള ഒരാളായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇവിടെ ഇദ്ദേഹം തൻ്റെ ഭാര്യയെ ഒരിക്കലും ഇഷ്ടപ്പെടില്ല. കാരണം അദ്ദേഹം അവളിൽ നിന്ന് വേറെ എന്തൊക്കെയോ ഒരുപാട് തന്നെ ബഹുമാനം, ഒരുപാട് ആ ഒരു സംഭവങ്ങളൊക്കെ അയാൾ അവരിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവുമായിരിക്കും. സോ അതുകൊണ്ട് തന്നെ അവർ കംപ്ലൈൻ്റ് ആയിട്ടാണ് തൻ്റെ ഭാര്യയെ കുറിച്ചിട്ട് പറയുന്നത്. എല്ലാവരോടും ചിരിക്കും. ഒരു സെർവൻ്റ് ആയിക്കോട്ടെ, ഞാനായിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിക്കോട്ടെ, അവളെന്താണ് സിമ്പിളായിട്ട്
ചിരിക്കും. ഈസി ആയിട്ട് അവൾക്ക് ചിരിക്കാൻ പറ്റും. ഒരുപോലെയാണ് അവൾ ചിരിക്കുക. എന്നോട് ചിരിക്കുമ്പോൾ വേറെയുള്ളവർ ചിരിക്കുമ്പോഴൊക്കെ ഒരുപോലെയുള്ള ചിരിയാണ് അവൾ ചിരിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കംപ്ലൈൻറ്റ്. അതുപോലെ തന്നെ എല്ലാവർക്കും കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ തനിക്ക് വാല്യൂ തരണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ അവളോട് അദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യവും വെറുപ്പും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം ഒരു കമാൻഡ് ചെയ്യാണ്. എന്തിന്? ആ ചിരി നിർത്താൻ വേണ്ടിയിട്ട്. അദ്ദേഹം പറയുന്നത് എന്താണ്? ഓൾ സ്മൈൽ സ്റ്റോപ്പ്ഡ് എന്നാണ് പറയുന്നത്. അഥവാ എല്ലാ ചിരിയും അവസാനിച്ചു. ഇത് ഇവിടെ പറയുന്നത് അദ്ദേഹം അവരെ കൊന്നുകളഞ്ഞു എന്നുള്ള രീതിയിലാണ്. എത്ര മനോഹരമായിട്ടുള്ള തൻ്റെ ഭാര്യയെ നിഷ്പ്രയാസം കൊന്നുകളഞ്ഞ ഇദ്ദേഹത്തിൻ്റെ ക്രുവാലിറ്റി അത് മറച്ചു വെക്കാതെ മറ്റൊരാളോട് പറയാൻ കൊതിക്കുന്ന ആ ഒരു മനസ്സ്, ഇതിനൊക്കെയാണ് ഈ ഒരു പോയത്തിലൂടെ ഈ ഒരു കവി ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം അത്രയും ക്രൂവലായിട്ടുള്ള ഒരു മെൻറ്റാലിറ്റിയെ, ഭാര്യ എന്ന് പറയുന്നത് തനിക്കിഷ്ടപ്പെടുമ്പം ജീവിച്ചോ എന്ന് പറയാനും തനിക്കിഷ്ടമില്ലാത്തപ്പം നീ മരിച്ചോ എന്ന് പറയാനുമുള്ള ഒരു കളിപ്പാവയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു മെൻ്റൽ സിറ്റുവേഷൻസിനെ കുറിച്ചിട്ടാണ് ഈ ഒരു പോയം ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ശരിക്കും ഡിസ്കസ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്രുവാലിറ്റി, ആ അരഗൻസ്, അഥവാ അദ്ദേഹത്തിൻ്റെ പവർ. അദ്ദേഹത്തിന് എല്ലാം പറ്റും, എല്ലാം കഴിയും, താനാണ് എല്ലാത്തിനും മികച്ചത്, താനാണ് എല്ലാം ചെയ്യാൻ താൻ തന്നെയാണ് അർഹൻ എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതിനു ശേഷം പറയുന്നത് ഒരു ഷിഫ്റ്റ് ഓഫ് മാരേജ് നെഗോഷിയേഷൻ അതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അഥവാ അദ്ദേഹം തൻ്റെ ഡച്ചസിനെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റോറി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അദ്ദേഹം കാമായിട്ട് തൻ്റെ ഒരു ബിസിനസ്സിലേക്ക് പോവുകയാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒരു ഡൗറിനെ കുറിച്ചിട്ട് പറയുന്നു. അപ്പം സിറ്റുവേഷൻസ് എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ അദ്ദേഹം തന്നെ കൊന്നു. സോ അദ്ദേഹത്തിന് പുതിയൊരു ഭാര്യയെ ആവശ്യമുണ്ട്. ആ ഒരു കച്ചവടം ഉറപ്പിക്കാൻ എന്ന വണ്ണമാണ്, അഥവാ ഒരു മാരേജ് ഒരു ബിസിനസ്സായിട്ട് മാത്രം കാണുന്ന ഒരാളായിട്ട് നമുക്ക് ഡ്യൂക്ക് ഓഫ് ഫെററിയെ കാണാൻ പറ്റും. അഥവാ ഒരു ബിസിനസ് ചർച്ച എങ്ങനെ ചെയ്യാം, എത്ര കിട്ടും, എത്ര വാങ്ങാം എന്നുള്ളൊരു ചർച്ച ചെയ്യുന്നത് പോലെയാണ് ഒരു സ്ത്രീയെ തൻ്റെ ഭാര്യയായിട്ട് സ്വീകരിക്കുന്നതും വാങ്ങുന്നതും വിൽക്കുന്നതും കൊല്ലുന്നതും എന്നുള്ള ഒരു അർത്ഥം നമുക്ക് ഇദ്ദേഹത്തിൻ്റെ കവിതയിലൂടെ നമുക്ക് കിട്ടുകയാണ്. അഥവാ മനുഷ്യന്മാർ എത്രത്തോളം നീചമായിട്ടാണ് ഈ വിവാഹം എന്ന് പറയുന്ന അത്രയും മഹത്വമായിട്ടുള്ള കാര്യത്തെ മനുഷ്യന്മാർ എത്രത്തോളം നീചമായിട്ടാണ് ചിന്തിക്കുന്നത്, കാണുന്നത് എന്നുള്ള ആ ഒരു മെസ്സേജാണ് അവസാനം നമുക്ക് ഇദ്ദേഹം ഈ ഒരു കവിതയിലൂടെ നമുക്ക് പകർന്നു നൽകുന്നത്. അതുപോലെ അതിന് ശേഷം അദ്ദേഹം നടന്നു പോകുമ്പം ഒരു ബ്രോൺസ് സ്റ്റാറ്റ്യൂ ഓഫ് നെപ്റ്റ്യൂൺ ടേമിങ്, അഥവാ ഒരു സീ ഹോഴ്സിൻ്റെ സിംബലൈസ് ചെയ്തിട്ടുള്ള ഒരു ഡ്രോയിങ് കാണിക്കുന്നുണ്ട്. അഥവാ ഇത് സിംബലൈസ് ചെയ്യുന്നത് ഹിസ് ഡിസയർ ടു ഡോമിനേറ്റ് ആൻഡ് കൺട്രോൾ. അദ്ദേഹത്തിന് എല്ലാം ഡോമിനേറ്റ് ചെയ്യാനും അദ്ദേഹത്തിന് എല്ലാം കൺട്രോൾ ചെയ്യാനും പറ്റുമെന്നുള്ള ആ ഒരു അഹംഭാവം, അദ്ദേഹം തന്നെ മതി എല്ലാത്തിനും എന്നുള്ള ആ ഒരു ഭാവം, അതോടുകൂടിയാണ് ഈ ഒരു പോയം അവസാനിക്കുന്നത്. സോ ഇതൊരു മാരേജ് ആസ് എ നെഗോഷിയേഷൻ ആയിട്ട് നമുക്കിവിടെ കാണാം. ഒരു കല്യാണം അല്ലെങ്കിൽ ഒരു വിവാഹം എന്നതിലുപരി ഒരു ബിസിനസ്സായിട്ട് താൻ സാധനം വാങ്ങുന്നതോടൊപ്പം തനിക്ക് എത്ര കിട്ടും എന്നുള്ള ആ ഒരു ചർച്ചയിലേക്ക് മാത്രം, തൻ്റെ ഭാര്യ മരിച്ചതിനുള്ള വിഷമം ഇല്ലാതെ, അതിനുള്ള ഒരു ഗിൽറ്റ് പോലും ഇല്ലാതെ തനിക്ക് ഇനി അടുത്തത് അവരെ കിട്ടുമ്പോൾ എത്ര കിട്ടും എന്നുള്ള ഒരു ചിന്ത മാത്രമായിട്ട് ഒതുങ്ങിപ്പോകുന്ന മനുഷ്യൻ്റെ ആ ഒരു സ്വഭാവത്തെ അപലപിച്ചു കൊണ്ടിട്ടാണ് ഈ ഒരു കവി ഈ ഒരു പോയം ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇതാണ് നമുക്ക് അവസാനം ഈ പോയം തരുന്ന മെസ്സേജ്.